ഹായ് വെൽക്കം ടു പാണ്ടക്കുട്ടൻ ഡോഗ്സ്. നമ്മൾ മനുഷ്യരുണ്ടല്ലോ, സ്നേഹം കൊടുക്കാനും സ്നേഹം വാങ്ങാനും ഒത്തിരി കഴിവുള്ള ഒരു പ്രത്യേക ജീവിവർഗമാണ്. ഈ സ്നേഹം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഒത്തിരി തകർന്നും പോകും. സ്നേഹം കൊടുക്കാനാണെങ്കിൽ നമ്മളിങ്ങനെ നോക്കി നടക്കുകയും ചെയ്യും. ഇതിനിടയിൽ നമ്മൾ വിട്ടുപോകുന്നൊരു കാര്യമുണ്ട്, സെൽഫ് ലവ് എന്ന് പറഞ്ഞൊരു സംഭവം. സ്വയം സ്നേഹിക്കാൻ പലരും വിട്ടുപോകുന്നുണ്ട്. ഇതൊരു ഭയങ്കര മാജിക് പവറാണ് കേട്ടോ, സെൽഫ് ലവ് എന്ന് പറയുന്ന സംഭവം. ഇത് അതിന് മാത്രം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമൊന്നും അല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തേടി പോവുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, നിങ്ങൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക. ഈ രീതിയിൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെയാണോ അതെല്ലാം. ഇപ്പം ഞാൻ പറയട്ടെ, ഒരു മനുഷ്യനെ കൂടുതൽ അറിയുന്നത് ആ മനുഷ്യന് തന്നെയാണ്. ഇപ്പം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടമുള്ളതെന്നും എനിക്ക് എവിടെയൊക്കെ പോകാനാണ് ഇഷ്ടപ്പെടുന്നതെന്നും ഞാൻ എന്തൊക്കെ ഭക്ഷണം കഴിക്കുമെന്നും ഞാൻ ഏതൊക്കെ രീതിയിലാണ് എൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് എന്നൊക്കെ എനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. അത് മറ്റൊരാൾക്ക് അറിഞ്ഞു തുടങ്ങണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിനൊരു പൂർണ്ണത ഉണ്ടാവണമെന്നില്ല, കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് അറിയണമെന്നില്ല. അതേസമയം എനിക്കറിയാം ഞാൻ എങ്ങനെയാണ്, എനിക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടക്കേടുകളൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് എന്ത് കാര്യം തീരുമാനം എടുക്കണം, എൻ്റെ കാര്യത്തിൽ ഞാൻ അവിടെ ഓക്കെയാണ്. കാരണം എനിക്ക് എവിടെ പോകണമെങ്കിലും ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകും, എനിക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും. ഇതാണ് സ്വയം തിരിച്ചറിഞ്ഞിട്ട് ഉള്ളൊരു സംഭവം. ഇങ്ങനെ ഒരാൾക്ക് സ്വയം സ്നേഹിക്കാനും കൂടെ തുടങ്ങിയാലുള്ള ഒരു കഴിവ് എന്താണെന്നറിയോ, ഭയങ്കര രസമാണ്. കാരണം നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളെ തേടി നമുക്ക് വേണ്ടി നമ്മളെ സ്വയം സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ തന്നെ നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു കാര്യത്തിനെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു മാജിക് പവറാണ് ഈ സാധനം. ഓക്കെ, ഇത് എങ്ങനെ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മനുഷ്യന് സെൽഫ് ലവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ഇഷ്ടങ്ങൾ ആദ്യം നമ്മൾ കണ്ടെത്തുക. ഓക്കെ, നമുക്ക് ഇഷ്ടക്കേടുകളും കണ്ടെത്തണം, എന്തൊക്കെയാണ് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ കാര്യങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, കുറഞ്ഞ കാലം, വളരെ കുറച്ച് കാലത്ത് ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. ആ ഉള്ള സമയത്ത് നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം ചെയ്യുക. അത് മോറൽ തിങ്സ് ഒക്കെ നോക്കിയിട്ട് കേട്ടോ. അതായത് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ ദുഃഖിപ്പിക്കാൻ നിൽക്കരുത്. അതായത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി വേറൊരാളെ വിഷമിപ്പിച്ചിട്ടുള്ള സന്തോഷം വേണ്ട, അതല്ല പറഞ്ഞത്. മറ്റുള്ളവർക്ക് നമുക്ക് നല്ല രീതിയിൽ വരുന്ന രീതിയിൽ നമ്മൾ സ്വയം സ്നേഹിക്കാനും പറ്റണം, നമ്മൾ സ്വയം സന്തോഷിക്കാനും പറ്റണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റണം. അതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, അതിനുവേണ്ടി യാത്രകൾ പോവുക, നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, ചായ കുടിക്കുക. നമുക്ക് കംഫർട്ടബിളായിട്ടിരിക്കാൻ പറ്റുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ പോയിട്ട് നല്ല ചായ കുടിക്കുകയും ഭക്ഷണം കഴിക്കുകയും അവരുടെ കൂടെ വർത്താനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ചില ആൾക്കാർ സന്തോഷിക്കും. ഇനി ചില ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പം അവരെ സന്തോഷിപ്പിക്കാൻ ഒറ്റയ്ക്ക് ഇരിക്കാനായിരിക്കും ഇഷ്ടം. ചെയ്തോ, നല്ലതാ. ഒറ്റയ്ക്ക് ഇരുന്ന് അവർ അവരുടേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അവിടെ ഇരുന്നിട്ട് അവരിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും. അതായത് നമുക്ക് മാത്രമേ നമ്മളെ അറിയുള്ളൂ. ആ ഒരു മനസ്സിലാക്കൽ ആദ്യം നടത്തിയതിന് ശേഷം നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മളെ സ്വയം സ്നേഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാണല്ലോ, പെട്ടെന്ന് ജീവിതത്തിൽ ഒരു മൊമെൻറ്റിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി, നമ്മളെ കൊണ്ട് ഒന്നും പറ്റില്ല, നമ്മൾ ആകെ വീക്കാവുന്നൊരു സമയത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വേണ്ടാത്തൊരു തോന്നൽ വരും. ഇതൊക്കെ നിർത്താം, ജീവിതമല്ലേ, കഴിഞ്ഞു എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തോന്നൽ വരും, എന്തിനാടാ ഇങ്ങനെ, നിനക്ക് നീ ഇല്ലേ, ഇതൊക്കെ എത്ര കണ്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് നമുക്കുള്ളിലൊരു മോട്ടിവേഷണൽ തോട്ട് ഇങ്ങനെ കയറി വരും. അതായത് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളാണ് നമ്മളോടത് പറയുന്നത്. അതായത് നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോഴേ ഇങ്ങനൊരു തോന്നൽ വരുള്ളൂ. മറ്റേത് നമ്മളോട് തന്നെ നമുക്ക് വെറുപ്പ് വരും, എന്തൊരു ജീവിതം, എന്താണ് ഇങ്ങനെ, ആ ഒരു തോന്നൽ വരും. സ്വയം സ്നേഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഓക്കെ ആക്കാൻ വേറൊരാളുടെ ആവശ്യമില്ല, നമ്മൾ തന്നെ മതി എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് കുറയുന്നല്ല കേട്ടോ പറയണേ, അത് കൂടുക ചെയ്യുക. കാരണം നമ്മളെ ഓക്കെ ആക്കാൻ നിൽക്കുമ്പം നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടുതൽ സ്നേഹം കൊടുക്കാൻ കൂടെ പറ്റും. കാരണം നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ നോക്കുന്നുണ്ടല്ലോ, അപ്പം ആ സ്നേഹത്തിൻ്റെ ബാക്കി മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമല്ലോ. ഇതാണ് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു മാജിക് പവറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് കാലമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, ഭയങ്കര പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടുന്നത്. അതായത് നമ്മളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിൻ്റെ സിമ്പിൾ തിയറി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, സെൽഫ് ലവ്, എല്ലാവരും ഉള്ളിൽ സ്നേഹം കൊണ്ട് നിറയുക, എന്നിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക. അതാണ് അത് കാരണം എന്താണെന്നറിയോ, നിങ്ങളും ഹാപ്പിയാവും, മറ്റുള്ളവരും ഹാപ്പിയാവും. നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ സന്തോഷിക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ കൂടെയുള്ളവർ ഹാപ്പി ആവാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും സ്വയം സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഓക്കെ, അപ്പം ഹാപ്പി ആയിട്ടിരിക്കണേ.